ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ചൂര അൽഫാമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നത്. ചിക്കൻ അൽഫാമൊക്കെ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇത് പക്ഷേ നിങ്ങളാരും അധികം ട്രൈ ചെയ്യാത്ത റൈറ്റാണ്. ചിക്കൻ അൽഫാം പോലും തോറ്റു പോകുന്ന രീതിയിൽ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ടൊരു ചൂര വേണം. അപ്പോൾ ഒരു മീഡിയം സൈസ് ചൂര കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കണം. അൽഫാമിനായതുകൊണ്ട് നമുക്ക് ചൂര ഇതുപോലെ റൗണ്ട് ഷേപ്പിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, നമുക്കിനി അതിൻ്റെ മാരിനേഷനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് പച്ചമല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 6 അല്ലെങ്കിൽ 7 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, നമ്മളിതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഹാഫ് സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ നമ്മൾ ഹാഫ് എടുക്കുന്നുള്ളൂ, ചിലപ്പോൾ പുളി കൂടിപ്പോയാലോ വെച്ചിട്ട് നമ്മൾ ഹാഫ് എടുക്കുന്നുള്ളൂ. അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സവാളയും ഹാഫ് എടുക്കുന്നുള്ളൂ. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ നമുക്കൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയുടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ട്യൂണ അൽഫാമിന് തരുന്നത്. ഇനി ഈ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്താൽ മതി. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ലൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്കിനി ട്യൂണ ഫിഷിൻ്റെ മാരിനേഷനിലേക്ക് പോകാം. അപ്പോൾ ഒരു ബൗളിലായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈര് നിങ്ങൾ എടുക്കാൻ നോക്കാം കേട്ടോ, എന്നിട്ട് ഇത് കുറച്ച് ലൂസാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എനിക്ക് കിട്ടിയത് ഒരു ഉണങ്ങിയ നാരങ്ങയായിരുന്നു, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പിഴിഞ്ഞ് ചേർത്തത്. ഓക്കെ, ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ലാസ്റ്റ് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ആ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ എരിവിന് വേണ്ടിയിട്ട് ആദ്യം വറ്റൽമുളക് ചേർത്തു, പിന്നെ പച്ചമുളക് ചേർത്തു, ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവുണ്ടെങ്കിൽ നമ്മുടെ അൽഫാമിന് അത്രയും ടേസ്റ്റ് ഉള്ളൂ. ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവാണെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എരിവ് കുറവായതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഫിഷ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ മുകളിലായിട്ട് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. മസാലയെല്ലാം ഫിഷിലേക്ക് ഫുൾ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ അൽഫാം ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമ്മളിതിൽ കോക്കനട്ട് ഓയിൽ ചേർക്കാനേ പാടില്ല. വെജിറ്റബിൾ ഓയിൽ ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ എടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നമ്മുടെ ഫിഷിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഗ്രില്ലിലോ അല്ലെങ്കിൽ ഓവനിലോ ഒന്നുമല്ല ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാനിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിതിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്, കോക്കനട്ട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഓയിൽ നമ്മൾ പാനിലൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഫിഷ് എല്ലാം അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഈസി ആയിട്ട് വീട്ടിൽ ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഈ അൽഫാം റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്കാക്കി എടുക്കാൻ. വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 1 സൈഡ് നല്ല കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നോർമലി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ മാരിനേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അൽഫാം കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ 1 സൈഡ് ഒന്ന് കുക്കായി കഴിയാൻ നമുക്കിത് നൈസിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാരിനേഷൻ്റെ ആ ഒരു മസാലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കണ്ടോ, ഒരു ഈസി ആയിട്ട് തന്നെ പാനിലെങ്ങും ആകാതെ നമുക്ക് ഈസി ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കാനും പറ്റും. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ട് കിട്ടണം. സോ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫിഷിൻ്റെ 2 സൈഡും നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല മണവുമുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഓക്കേ, അപ്പോൾ നമ്മളുടെ ഫിഷ് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ട്യൂന ഫിഷ് അല്ലെങ്കിൽ ചൂരയ്ക്ക എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫിഷാണ്. കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ അൽഫാമിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് വിസ്മയ സൈനിങ് ഔട്ട്. ബൈ.